നീറിപ്പുകയുന്ന ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഏറെ ആഗ്രഹിക്കും, പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ സ്വാന്തനം, തലോടൽ നാം ഏറെ ആഗ്രഹിക്കും. നാം അതിൽ വിശ്വസിക്കും. അതിൽ വിടുതൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ പലപ്പോഴും നാം വിശ്വസിച്ചതുപോലെ നടക്കാത്ത അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അവർ നമ്മിലേക്ക് അടുക്കാത്തതും, ഇനി നാം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പോലും സന്തോഷത്തിന് പകരം ദുഃഖത്തിലേക്ക് പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ബൈബിളിൽ 12 വർഷമായി രക്തസ്രവം എന്ന രോഗത്താൽ ഭാരപ്പെട്ട ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് വൈദ്യശാസ്ത്രത്തിന് കൊടുത്ത് ചികിത്സിച്ചു. വൈദ്യശാസ്ത്രം ആ ശരീരത്തിൽ ഒത്തിരി സ്പർശിച്ചതാ വിടുതൽ കൊടുക്കാൻ വേണ്ടി. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. മരുന്നുകൾ ഒത്തിരി സ്പർശിച്ചു ആ ശരീരത്തിൽ. എന്നിട്ടും ആ സഹോദരിക്ക് ഒരു വിടുതൽ കിട്ടാതെ ഭാരപ്പെട്ടു. ആ സമയത്ത് യേശു തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന വാർത്തയറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ തൊട്ടു. തൊട്ട മാത്രയിൽ 12 വർഷമായി വൈദ്യശാസ്ത്രത്തിന് വിടുവിക്കാൻ പറ്റാതിരുന്ന അവളുടെ രോഗത്തിന് യേശു കർത്താവ് സൗഖ്യം നൽകി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, വർഷങ്ങളായി ഹൃദയത്തെ അലട്ടുന്ന ആ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ? ഒരുപക്ഷെ മക്കളോടുള്ള ബന്ധത്തിലായിരിക്കാം, കുടുംബത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ജീവിത സാഹചര്യത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം. ഒത്തിരി പരിശ്രമിച്ചിട്ടും ഒരു വിടുതൽ കിട്ടാതെ ഭാരപ്പെടുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ആ സ്ത്രീ വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ, ആ സെക്കൻഡിൽ മറ്റാർക്കും സൗഖ്യം വരുത്താൻ കഴിയാതിരുന്ന രോഗത്തെ സൗഖ്യം വരുത്താൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നത്തെയും പരിഹരിക്കാൻ ആ യേശു കർത്താവിന് കഴിയും. വിശ്വസിക്കുക, അടുത്ത് ചെല്ലുക, അത്ഭുതമായി മാറുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.